ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിട്ടുള്ളത് ബീറ്റ്റൂട്ടും ആൽമണ്ടും വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഷേക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അത് വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ഒരു കുക്കറിൽ വേവിച്ച് കൊണ്ടുവരണം. അതുപോലെ 1/2 കപ്പ് ബദാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് കുതിരുവാൻ വേണ്ടി മാറ്റി വെക്കണം. ബീറ്റ്റൂട്ട് ഇവിടെ കുക്കറിൽ വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അടിച്ചെടുത്ത് കൊണ്ടുവരണം. ബീറ്റ്റൂട്ട് ഇവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിവിടെ മാറ്റി വെക്കാം. പിന്നീട് അതേ മിക്സിയുടെ ജാർ നമുക്ക് എടുത്ത് വെച്ച് അതിലേക്ക് ബദാമിൻ്റെ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു പാക്കറ്റ് പാലാണ്, 500 ml ഒരു പാക്കറ്റ് പാലാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തണുപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കുവാൻ വേണ്ടി. കുറച്ച് കട്ടയായിട്ടുണ്ട്. കട്ടപ്പാലാണ് നല്ലത്, കൂടുതലായി കട്ടയായിട്ടില്ല. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ഷേക്കിന് വേണ്ട മധുരം ആവശ്യത്തിന് നിങ്ങൾ എടുത്താൽ മതി. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു നുള്ള് കുങ്കുമപ്പൂവാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് ഇത് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. ഈ ബദാമിൻ്റെ മിശ്രിതം ഇവിടെ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ആദ്യം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സർവിങ് ഗ്ലാസ്സിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ബീറ്റ്റൂട്ടിൻ്റെ മിശ്രിതമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ബീറ്റ്റൂട്ടിൻ്റെ മിശ്രിതം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ആൽമണ്ട് ബീറ്റ്റൂട്ട് ഷേക്ക് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. ഈ വേനൽക്കാലത്ത് കഴിക്കുവാൻ നല്ലൊരു ഡ്രിങ്കാണിത്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ബദാമും ബീറ്റ്റൂട്ടും വെച്ച് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. നല്ല ടേസ്റ്റാണ് കുടിക്കുവാനും. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.